മിനിസ്റ്ററെ, കലോത്സവം വലിയ വിജയമായി, വലിയ പരക്കെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. മികച്ച സംഘാടക മികവെന്നാണ് പറയുന്നത്. അല്ല, ഇത് 63ാമത് കലോത്സവം ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഒറ്റ മനസ്സോടുകൂടി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് പരാതി രഹിത യുവജനോത്സവമായി 63ാം കലോത്സവം മാറുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കാര്യം വിലയിരുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധാപൂർവം നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു 3000-ഓളം വരുന്ന മത്സരാർത്ഥികൾ, അവരുടെ രക്ഷാകർത്താക്കൾ, അതുപോലെ അവരെ അനുഗമിക്കുന്ന ടീച്ചർമാർ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു 1,00,000-ഓളം വരുന്ന ആൾക്കാർ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നതാണ്. അപ്പം അവരുടെ താമസത്തിൻ്റെ പ്രശ്നം, അവരുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, അതെല്ലാം ഉണ്ട്. അക്കോമഡേഷൻ്റെ വിഷയം ഒക്കെ ഉണ്ട്. 19 കമ്മിറ്റികളും വളരെ നന്നായി തന്നെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി വളരെ പ്രശംസ പിടിച്ചു പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നത്, ഇന്നലെ സമാപന സമ്മേളനം 5 മണിക്ക് തുടങ്ങുമെന്ന് നോട്ടീസ് പ്രിന്റ് ചെയ്തിരുന്നു. കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലും പരാതി ഉണ്ടാവേണ്ടതാണ്. ഒരു പരാതി ഉണ്ടാവാതെ നടത്തി തീർത്തു എന്നുള്ളതാണ്. അതിന് മാധ്യമങ്ങൾ വഹിച്ച പങ്കിനെ ഞാൻ ചെറുതായി കാണുന്നില്ല. ഞാൻ അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് അടുത്ത വർഷം ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഏഷ്യയിൽ മാത്രമല്ല, ലോകത്തൊരിടത്തും ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവം നടന്നതായി എൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പരിജ്ഞാനമുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു നടപടിക്രമം അത് വേറെ ഒരു ലോകത്തൊരു സ്ഥലത്തും കാണുന്നതിന് വേണ്ടി കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ. നമുക്ക് ലോകത്ത് നടക്കുന്ന പല സംഭവവാസങ്ങളും എടുത്തു നോക്കിയാൽ ഇത്രയധികം ജനക്കൂട്ടം ഉണ്ടാവുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. നിങ്ങൾ തന്നെ നോക്കൂ, ഇന്നലെ സമാപന സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതാണ്. അതിനൊരു 30,000-ഓളം വരുന്ന ആൾക്കാർ ആ സമാപന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നതാണ്. ഒരു പ്രതിഷേധം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് അത് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാനുവലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. സ്കൂൾ തലത്തിൽ നിന്നാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത്. സ്കൂൾ തലത്തിൽ നടക്കുന്ന മത്സരം, അതിൽ നിന്ന് വിജയിച്ചവർക്ക് മാത്രമേ മറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം കിട്ടാറുണ്ട്. സ്കൂൾ തലത്തിലുള്ള മത്സരം സ്കൂൾ അധികാരികൾ മാത്രമായി നടത്തുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ തലത്തിലുള്ള മത്സരത്തിന് കുറച്ചുകൂടി ശ്രദ്ധാപൂർവം നടത്തുന്നതിന് വേണ്ടിയും ഒരു മാനുവലിൽ തന്നെ, കലോത്സവ മാനുവലിൽ തന്നെ ചില മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വരുന്നതിനെ സംബന്ധിച്ചത് ആലോചനയുണ്ട്. എന്ന് മാത്രമല്ല, സ്കൂൾ തലത്തിൽ നടത്തുന്ന മത്സരത്തിൽ ജഡ്ജസിനെ വിളിക്കുന്നതിൽ ഇപ്പോൾ സംസ്ഥാന മത്സരത്തിലോ ജില്ലാ മത്സരത്തിലോ ഒക്കെ കാണിക്കുന്ന പോലുള്ള ഒരു ജാഗ്രത കാണിക്കാറില്ല. എന്ന് മാത്രമല്ല, അത് ഒരു സ്കൂളിൽ മത്സരം നടത്തുമ്പോൾ ആ സ്കൂളിൽ പല രൂപത്തിലുള്ള സ്വാധീനങ്ങൾ ഇല്ലാതിരിക്കാം. പക്ഷേ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള പരാതി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്കൂൾ തലത്തിലും അതിന് മുകളിൽ നടക്കുന്ന മത്സരങ്ങളും കുറച്ചുകൂടി ചിട്ടയോടുകൂടിയും സുതാര്യമായിട്ടും അതുപോലെ പരാതി രഹിതമായിട്ടും നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്.
വേറൊരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി പറയാനുള്ളത്, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ 13,000-ഓളം വരുന്ന കുട്ടികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. നല്ലൊരു ശതമാനം കുട്ടികൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന വളരെ പാവപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, ഈ ഡാൻസ് ഇനങ്ങൾ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇനങ്ങളായിട്ട് ഉള്ളത്. ഡാൻസും അതുമായിട്ട് അനുബന്ധ ഇനങ്ങളും അതിൻ്റെ എല്ലാം ഈ വസ്ത്ര കോസ്റ്റ്യൂം വലിയ വിലപ്പെട്ടതാണ്. നമ്മുടെ എന്ന് മാത്രമല്ല, അതിൻ്റെ റിഹേഴ്സൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷക്കാലം ഒരു പ്രാക്ടീസ് അവർക്ക് വേണം. അതിന് പ്രമുഖ ഈ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടുന്നതിന് വേണ്ടി പ്രമുഖ ടീച്ചർമാരെ വിളിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശേഷി, ഓരോ രക്ഷകർത്താവിൻ്റെ സാമ്പത്തിക ശേഷി, കുട്ടിയുടെ സാമ്പത്തിക ശേഷി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കാര്യം സൂചിപ്പിച്ച് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് കഴിവുള്ള കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന സംഭവം ഒരു കാരണവശാലും പാടില്ല. അപ്പോൾ അത് ചില സ്കൂളുകാർക്കാണെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടാവും. ആ സ്കൂളുകാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും കുട്ടിയെ സഹായിക്കുന്ന ഒരു നിലപാടെടുക്കും. അപ്പം മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സമ്പന്നമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം ഇത്തരം ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമുക്ക് എല്ലാ കുട്ടികളെയും ഒരേ രൂപത്തിൽ കാണണം. കലാവാസനയുള്ള കുട്ടികൾ, സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ആ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂൾ അധികാരികളുമായിട്ടും PTA ഭാരവാഹികളുമായിട്ടും സംസാരിക്കാനും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭാരവാഹികളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ കലകളെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മുടെ കേരളം പാരമ്പര്യ കലകൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ്. ഓരോ പാരമ്പര്യ കലയ്ക്കും അതിൻ്റെ ആ ഒരു ചരിത്രം ഉണ്ട്. അപ്പോൾ അത് ഈ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ തന്നെ അത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞങ്ങളുടെ വേദികൾ 25 വേദികളുടെ പേര് നദികളുടെ ഇട്ടത് വെറുതെ ഇട്ടതിൽ അതിനൊരു സൂചനയുണ്ട്. ആ നദികളുടെ പേര് ഇടുമ്പോൾ കുട്ടികൾ ആ നദികളുടെ പേര് പഠിക്കുന്നതും അതിൻ്റെ ചരിത്രം പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സൂചന, അതിന് ഒരുപാട് അർത്ഥങ്ങളും സൂചനകളും ഉണ്ട്. അതേപോലെ ഈ പാരമ്പര്യ കലകൾ ഇപ്പോൾ 5 പുതുതായിട്ട് ഉൾപ്പെടുത്തിയല്ലോ. അവിടെ കാണുന്നതിന് വേണ്ടി ഈ കോവളത്ത് വന്ന വിദേശീയരടക്കം ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഈ പാരമ്പര്യ കലകളാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാടകം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നാടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. KPSC പോലുള്ള വലിയ വലിയ നാടക സംഘങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സംഗതിയാണ്. ടാഗോർ ഹാളാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട വലിയ ഹാളെന്ന് പറയുന്നത്. ടാഗോർ ഹാളിൽ ഇരിക്കാൻ മുഴുവൻ നിറഞ്ഞെന്ന് മാത്രമല്ല, അത്രയും ആൾക്കാർ പുറത്തു നിൽക്കുകയാണ്. രാപ്പകൽ ഒരേ രൂപത്തിലുള്ള കാണികളാണ് ഉള്ളത്. ആ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടില്ല, ഞാൻ ചെന്നതിനൊക്കെ എനിക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വലിയ വലിയ ആശയങ്ങൾ വർത്തമാന കാലഘട്ടത്തിലെ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ ഏറ്റവും നന്നായി തന്നെ കുട്ടികൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ജഡ്ജസിനെ അടക്കം തീരുമാനിക്കുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ കഷ്ടമായുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആഹാരം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, താമസ സൗകര്യം ശരിയായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വിധി നിർണയം തൃപ്തികരമായിരിക്കണം എന്നുള്ള കാര്യമാണുള്ളത്. അതിന് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം. മാനുവലിൽ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള പരിഷ്കരണം നടത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. എന്തായാലും ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിനും പരാതിരഹിതമായ കലോത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയും ഉള്ള പരിശ്രമം നടത്തിയ മാധ്യമങ്ങളോട് അങ്ങേറ്റത്തെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് ആണ് കൂടില്ല എന്നുള്ള ഒരു പരാതിയും അഭിപ്രായമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സ്ഥിരം പരിപാടിയാണല്ലോ. ഇപ്പോൾ തന്നെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ പുഷ്പോത്സവം, ഫ്ലവർ ഷോ കഴിഞ്ഞേ ഉള്ളൂ. ഫ്ലവർ ഷോ കഴിഞ്ഞ് ഉടനെ തന്നെയാണ്
നമ്മുടെ സ്കൂൾ യുവജനോത്സവം പിന്നെ വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഈ തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ജീവനക്കാരാണല്ലോ കൂടുതൽ ഉള്ളത്. അവർക്ക് രാവിലെയൊക്കെ വരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങളെല്ലാം എല്ലാ വേദികളിലും പോയതാണ്. എല്ലാ വേദികളിലും നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിൽ 5 മണിക്കെന്ന് പറഞ്ഞത് കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിച്ചു. 3:30 മണിയായപ്പോൾ തന്നെ ഹാൾ നിറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്നൊരു കാര്യമാണ്. ഇത്രയും ആൾക്കാർ പങ്കെടുത്തിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവശബ്ദം പോലും ഉണ്ടായിട്ടില്ല. ഇതൊരു കൂട്ടായ്മയാണ്. കേരളീയ സമൂഹത്തിൻ്റെ പിന്നെ ഒരു സംസ്കാരമാണ് കാണിക്കുന്നത്. ഇന്നലെ വേദി തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 10-16ഓളം വരുന്ന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സ്പീക്കറും പിന്നെ 2 സിനിമാ താരങ്ങളും യുവതാരങ്ങളും ഒക്കെ തന്നെ പങ്കെടുത്തു. അപ്പോൾ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിന് ഏത് കാര്യവും വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ സന്ദേശമാണ് ഈ യുവജന ഉത്സവം ചൂണ്ടിക്കാണിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വേദിയിൽ വെച്ച് സമാപന സമ്മേളനത്തിൽ തന്നെ അതിനെ പ്രതിപക്ഷ നേതാവ് തന്നെ മന്ത്രിയുടെ സംഘാടക മികവിനെ പരസ്യമായി അഭിനന്ദിച്ചു. സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ യഥാർത്ഥത്തിൽ ഈ മത്സരം നമുക്ക് പിന്നെ ഒരു 1:30 കൂടി എല്ലാം തീർന്നു. 2 മണിയോടുകൂടി തീർന്നു. 2 മണിയോട് തീർന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം കൊടുക്കണം അപ്പീലിന്. അപ്പോൾ 3 പിന്നെ ഇത് പിന്നെ അപ്പീലിന് കിട്ടിയവരെല്ലാം പ്രോഗ്രാം കാണണം. അപ്പോൾ ഒരു പോയിന്റ് 2 പോയിന്റ് വ്യത്യാസം നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിന് നമ്മുടെ അപ്പീൽ തന്നെ കേൾക്കുമ്പോൾ ഒരു അസംതൃപ്തി തോന്നിയാൽ ഞങ്ങളാണ് വരേണ്ടതെന്ന് ഉള്ള ഒരു തോന്നൽ തോന്നിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കുഴപ്പത്തിലാവുമല്ലോ. യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു കൊല്ലത്തോ കോഴിക്കോടോ അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ വലിയ ഒരു മാനസിക സംഘർഷമാണ് ഈ സ്വർണ്ണക്കപ്പ് പ്രഖ്യാപിക്കുന്നവരെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഈ വിദ്യാർത്ഥികൾ സഹകരിച്ചു, പങ്കെടുത്ത മത്സരാർത്ഥികൾ സഹകരിച്ചു, അവരുടെ രക്ഷകർത്താക്കൾ സഹകരിച്ചു. ജഡ്ജസിനെ മാക്സിമം പരാതിരഹിതമായിട്ടുള്ള വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി പറ്റുന്ന ജഡ്ജസിനെ തന്നെ കൊണ്ടുവന്നു. അത് സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല രൂപത്തിലുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, പല രൂപത്തിലുള്ള നിരീക്ഷണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ജഡ്ജസിനെ സ്വാധീനിക്കാനുള്ള ചില മാഫിയ സംഘങ്ങളുണ്ടല്ലോ, അവരെല്ലാം നിരീക്ഷണത്തിലായിരുന്നു. അവരെല്ലാം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇനി പറയാമല്ലോ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലായിരുന്നു. അവരെല്ലാം അനങ്ങിയാൽ അപ്പോൾ അവരെ പിന്നെ അത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള നിലയിലുള്ള നടപടിക്രമങ്ങൾ എടുത്തിരുന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല നിലയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ക്രമസമാധാനം നില സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ശംഖുമുഖത്ത് കടൽ തീരമായതുകൊണ്ട് അവിടെ പോലും പോലീസിനെയും ലൈഫ് ഗാർഡിനെ ഇട്ടിരുന്നു. കാരണം കുട്ടികൾ വന്നിട്ട് ശംഖുമുഖം കാണാൻ വേണ്ടി പോയാൽ വെള്ളത്തെ ചാടിയാൽ ബുദ്ധിമുട്ടുണ്ടാവായിരിക്കും. അങ്ങനെ ചെറിയ കാര്യം പോലും നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു എന്ന് വേണം പറയുവാൻ. എന്തായാലും നിങ്ങളുടെ എല്ലാ സഹായത്തോടുകൂടി ഏറ്റവും ഗംഭീരമായി ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വർഷം ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏറ്റവും അത് 63 എണ്ണത്തിൻ്റെയും ഏതൊക്കെ ജില്ലയിലാണ് വെച്ച് ഏറ്റവും കൂടുതൽ നടന്നതെന്ന് നോക്കിയ ശേഷം നടത്താം. ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തുമെന്നൊരു പൊതു അഭിപ്രായം വന്നിട്ടുണ്ട്. സാധാരണ എല്ലാം നഗരങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. അതെങ്ങനെയാണ് എന്ന് അതിൻ്റെ സൗകര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് അതെങ്ങനെ കഴിയും എന്ന് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പരിഗണനയിലാണ്.